നമ്മുടെ കൊച്ചു കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പുതിയ കാഴ്ചയാണ്. ഒരുപക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിടത്തോളം ഇതൊന്നും വലിയ പുതുമയുള്ള കാഴ്ചയേ അല്ല. പക്ഷെ മലയാളിക്കും കേരളത്തിനും ഇതൊരു പുതുമ തന്നെയാണ് നൽകുന്നുള്ളത്. ഇടതിനോടും കോൺഗ്രസിനോടും ലീഗിനോടും ഉടക്കി നിൽക്കുന്ന ന്യൂനപക്ഷ മുസ്ലിം നേതാക്കൾ, അങ്ങനെ തന്നെ വേണം പറയാൻ, അത്തരക്കാരുടെ അടുത്ത പാളയം എന്ന് പറയുന്നത് BJP സംഘപരിവാർ വീടുകളാണ്. അങ്ങനെ അവിടെ എത്തുന്നവർക്കാവട്ടെ BJPയും സംഘപരിവാരും ഗംഭീര സ്വീകരണം തന്നെ നൽകും. വലിയ വരവേൽപ്പോടുകൂടി തന്നെ അവരെ സ്വീകരിക്കുകയും വന്ന ഉടൻ തന്നെ നരേന്ദ്രമോദിയെ കാണാനുള്ള ഒരവസരവും നൽകും. മോദി ആവട്ടെ ഇവരെ കണ്ട ഉടൻ തന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുകയും ചെയ്യും. അതോടുകൂടി ഇന്നിതുവരെ എന്തൊക്കെയാണോ BJPയെ കുറിച്ച് RSSനെ കുറിച്ച് പറഞ്ഞത് അതൊക്കെ ഒരു നിമിഷത്തിൽ ശുഭം. പിന്നീട് ഒരു പുതിയ ലോകത്തിലേക്ക് ഇവർ കടന്നു വരും. എന്തിനു വേണം പറയാൻ, നമ്മുടെ അബ്ദുള്ളക്കുട്ടി നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷം പറഞ്ഞ വാക്കുകൾ മലയാളികളുടെ മനസ്സിൽ നിന്ന് എപ്പോഴെങ്കിലും മാഞ്ഞു പോകുമോ? അതായത് അന്നുവരെ വീരവാദം മുഴക്കി BJPക്കെതിരെ RSSനെതിരെ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ച് മുന്നിലുണ്ടായിരുന്ന അബ്ദുള്ളക്കുട്ടി മോദിയെ കണ്ടപ്പോൾ എല്ലാം മറന്നുപോയ ഒരു നിമിഷം. അതൊക്കെ കഴിഞ്ഞ ഇവർ നാട്ടിലേക്ക് കടന്നു വരും. നാട്ടിലേക്ക് വന്ന ഉടനാവട്ടെ സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറയും. നരേന്ദ്രമോദിയുടെ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് അവരിങ്ങനെ പറയും, അതായത് മോദിയോടൊപ്പം നിൽക്കാൻ സാധിച്ചത് മഹാഭാഗ്യമാണ്. മോദിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞതൊക്കെ തെറ്റാണ്. നമ്മൾ മോദിയുടെ പാത പിന്തുടരണമെന്ന് ഇത്തരം നേതാക്കൾ വിളിച്ചു പറയും. അങ്ങനെ മോദി BJP RSS സ്നേഹം ഇവർ പ്രകടമാക്കും. അത് കഴിഞ്ഞ് BJPയുടെ തന്ത്രം അനുസരിച്ചുകൊണ്ട് ഇവർ ന്യൂനപക്ഷ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലേക്ക് കടന്നു വരും. ഉടൻ തന്നെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടും. ന്യൂനപക്ഷ പ്രേമികളാണ് BJP എന്നും RSS എന്നും ഇവർ വേണ്ടുവോളം വിളിച്ചു പറയും. നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ രാജ്യത്തുണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ നുണബോംബാണ് മുസ്ലിം വിരോധം എന്നുള്ളത്. സത്യത്തിൽ RSSനോ BJPക്കോ അങ്ങനെയുള്ള ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ ഇവരുടെ തന്ത്രത്തിലൂടെ പലരെയും BJPയിൽ ചേർക്കും. എന്നാൽ ഇനി ആ തന്ത്രം നടക്കാൻ വേണ്ടി പോകുന്നില്ല. ആദ്യം എന്തൊക്കെയോ പറഞ്ഞ് എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി പോയിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും ഒരു ആഭ്യന്തരമന്ത്രി ചരിത്രത്തിൽ പറയാത്ത കാര്യമാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്, പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് മുസ്ലിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അസമിലെ പൗരത്വ പട്ടികയിൽ നിന്നും പുറത്തായിട്ടുള്ള മറ്റെല്ലാ മതസ്ഥർക്കും, അതായത് സിഖ്, ബുദ്ധിസ്റ്റ്, ജൈനമതം, ഹൈന്ദവർ, ഇവർക്കൊക്കെ, ക്രിസ്ത്യാനികൾ, ഇവർക്കൊക്കെ പരിപൂർണ സംരക്ഷണം നൽകുമെന്നും മുസ്ലിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സംരക്ഷണവും നൽകാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരില്ല എന്ന തീരുമാനം വളരെ വലിയ രീതിയിൽ തന്നെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ഒരു ആഭ്യന്തരമന്ത്രി ഇങ്ങനെ മതങ്ങളെ വേർതിരിച്ച് കണ്ട് മനുഷ്യനെ രണ്ടായി വിഭജിക്കുന്ന ഒരു കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നുള്ളത്. ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ അമിത്ഷായുടെ മുസ്ലിം സമുദായത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഈ ഒരു മഹാപ്രഖ്യാപനമെന്ന് മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്ന ഈ പ്രഖ്യാപനത്തെ BJPയിലേക്ക് കടന്നുപോയ ന്യൂനപക്ഷ മുസ്ലിം നേതാക്കൾ ഏത് രീതിയിലാണ് ഇതിനെ ന്യായീകരിക്കാൻ മുന്നോട്ട് വരുന്നത്? ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? പച്ചക്ക്, ഇത്രക്കും പച്ചക്ക് പരസ്യമായി നിങ്ങളുടെ നേതാവ് തന്നെ വിളിച്ചു പറയുന്നു. നിങ്ങൾ വിശ്വസിച്ച് വന്നിരുന്ന ഒരു മതത്തെ പരസ്യമായി തള്ളിക്കൊണ്ട് പറയുന്നു, മറ്റുള്ളവർക്കൊക്കെയാണ് ഞങ്ങളുടെ പിന്തുണ, മുസ്ലിങ്ങൾക്ക് യാതൊരു പിന്തുണയുമില്ല എന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തി പറയുമ്പോൾ വാ അടച്ചു നിന്ന് അധികാരത്തിനും പണത്തിനും വേണ്ടി മുന്നിലോട്ട് പോകുമ്പോൾ നാണമില്ലേ? ഇനിയും ന്യൂനപക്ഷ BJP പ്രേമികളായിട്ടുള്ള നേതാക്കളോട് ഒരു കാര്യം പറയുകയാണ്. ഇതായിരിക്കും BJPക്കകത്ത് കടന്നുപോയാൽ നിങ്ങളുടെ അവസ്ഥ. അവരെന്തു പറയുന്നുവോ അതനുസരിച്ച് കേട്ടുകൊണ്ട് വായടക്കി പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ അധികാരവും പണവും ലഭിക്കും. ഒരു തരത്തിലും പ്രതികരിക്കാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഔട്ടാണ്. പിന്നെ BJPയിൽ പോയ ഒരു നേതാവിനെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കാൻ മടിക്കുക തന്നെ ചെയ്യും. അങ്ങനെ നിങ്ങളുടെ ഭാവി ഒരു തരത്തിലും ഇല്ലാതാവല്ലേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.